ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി 39 സ്ഥാനാർത്ഥികളിൽ നിന്നും 71 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയായിരുന്നു. മിക്ക സ്ഥാനാർത്ഥികളും 2 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. തൊടുപുഴയിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 39 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിച്ചതോടെ 39 സ്ഥാനാർത്ഥികളിൽ നിന്നുമായി 71 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. തൊടുപുഴയിൽ നിലവിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 18 നാമനിർദ്ദേശ പത്രികകളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് 2 സെറ്റ് പത്രികകളും, LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴിക്കാടനും NDA സ്ഥാനാർത്ഥി റോയി വാറിക്കാട്ടും 3 സെറ്റ് പത്രികകൾ സമർപ്പിച്ചു. AAP സ്ഥാനാർത്ഥി ബേസിൽ ജോൺ 2 സെറ്റ് പത്രികയും, SDPI സ്ഥാനാർത്ഥി അഫ്സൽ നബി 2 സെറ്റ് പത്രികയും സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി കെവിൻ ജോർജ്, UDF സ്ഥാനാർത്ഥി ബ്ലെയ്സ് ജി വാഴയിൽ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അജയൻ വി, ജോമോൻ ജോൺ എന്നിവരാണ് പത്രിക സമർപ്പിച്ച മറ്റുള്ളവർ. ദേവികുളത്ത് 9 സ്ഥാനാർത്ഥികളിൽ നിന്നായി 14 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായി A രാജയും UDF സ്ഥാനാർത്ഥിയായി F രാജയും 2 സെറ്റ് പത്രികകൾ വീതം സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. മറ്റ് സ്ഥാനാർത്ഥിമാരായ ഈശ്വരൻ, രാജേന്ദ്രൻ VB, സെൽവി, മാക് പ്രിയവദനൻ, മണികണ്ഠൻ, ചെല്ലതുരെ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളിൽ നിന്നായി 11 പത്രികകളാണ് ലഭിച്ചത്. പീരിമേട്ടിൽ 8 സ്ഥാനാർത്ഥികളിൽ നിന്നായി 16 പത്രികകളും, ഉടുമ്പൻചോലയിൽ 6 സ്ഥാനാർത്ഥികളിൽ നിന്നായി 12 പത്രികകൾ ലഭിച്ചു. ചൊവ്വാഴ്ചയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.